ഏത് പൂരത്തിന്റെ അടുത്ത് പോയാൽ അവിടെ ഏതെങ്കിലും ഒരു മന്ത്രി ഉണ്ടാവും എന്നുള്ള പറഞ്ഞ പോലെയാണ്. കാരണം ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ജനപ്രതിനിധികളും ഉത്തരവാദിത്തപ്പെട്ട ഇടപെടുന്നു എന്നുള്ളതാണ് അതിലെ സൂചന. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റൊരാൾക്ക് രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നും ഉണ്ടാകില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കാം. പക്ഷെ ഇവിടെ എനിക്ക് പറയാൻ തോന്നുന്നത് വേറെ കാര്യം എന്താണെന്നറിയോ, ഈ എല്ലാ തവണയും ഈ പോലീസ് പറയും 7 മണിയോടെ കുടമാറ്റം തീർക്കണം എന്ന് പറയും. പക്ഷെ അത് എങ്ങനെ പോയാലും 7:30 8 മണിയൊക്കെ ആവും. കാരണം അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ LED കുടകളൊക്കെ അതിൻ്റെ ഭംഗിയോടെ അവതരിപ്പിക്കണമെങ്കിൽ ഇരുട്ട് വീഴണം എന്നുള്ളതാണ്. അപ്പോൾ ഈ നിയന്ത്രണങ്ങൾ എന്ത് വന്നാലും ഒരുക്കി വെച്ച കുടകൾ മുഴുവൻ ആനപ്പുറത്ത് കയറ്റിയിട്ട് ഈ ഇരു വിഭാഗങ്ങളും അവരുടെ മത്സരം അവസാനിപ്പിക്കൂ എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മാറുന്ന കാഴ്ചയാണ്, വീണ്ടും കുടകളുടെ ആ ഒരു രീതി മാറുകയാണ്, കുടമാറ്റത്തിന്റെ രീതി മാറുന്ന കാഴ്ചയാണ്. വീണ്ടും ഗണപതി വരുന്നു, വേറൊരു രൂപത്തിൽ ഗണപതി. നേരത്തെ കുട പിടിച്ച ഗണപതിയായിരുന്നെങ്കിൽ ഇപ്പോൾ അത് വീണ്ടും മാറുന്നു. അത്തരത്തിൽ പുതിയ പുതിയ പുതുക്കപ്പെട്ട ഓരോ കോലങ്ങളും ആലപ്പുറത്ത് ഏറുന്നുണ്ട്. കുട എന്നതിൽ നിന്ന് കോലങ്ങളിലേക്കുമൊക്കെ കുട എന്ന് പറയുന്നതിൻ്റെ വിശാലമായ അർത്ഥത്തിലേക്ക് മാറുകയാണ്. കുട എന്ന് പറയുന്നത് നമ്മളിപ്പോൾ മഴയെ തടുക്കാനുള്ള കുടയല്ല, ഇത് കാണിക്കാനുള്ള കാഴ്ചകൾ കൊണ്ട് നമ്മളെ നനയ്ക്കാനുള്ള കുടകളാണ്. അതാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അനുമോദനും ശ്രീജിത്തിനും ഒരുപക്ഷെ അത്രയും നേരിട്ട് കാണുന്നതിൻ്റെ ആ ഭംഗി അത് വേറെ ആർക്കും അനുഭവിക്കാൻ സാധിക്കില്ല. അവിടെ നിൽക്കുന്ന ആളുകൾക്കൊഴികെ പുറത്ത് നിൽക്കുന്ന ആർക്കും അത് അനുഭവിക്കാൻ സാധിക്കില്ല. പക്ഷേ ഞങ്ങൾക്ക് ദൂരെ നിൽക്കുന്ന ആളുകൾക്ക് ഒരുപക്ഷെ വിവിധ ആംഗിളുകളിലുള്ള ഈ കാഴ്ചകൾ കാണാൻ സാധിക്കും എന്നുള്ളതാണ് പ്രത്യേകത. ഓരോന്നും ഓരോ അനുഭവമാണല്ലോ അനുമോദം. അല്ലെ, ഐശ്വര്യദായകനായ ഗണപതിയുടെ രൂപമാണ് പാറമേക്കാവ് ഉയർത്തി കാണിച്ചിരിക്കുന്നത്. അതിന് പകരമായിട്ട് തിരുവമ്പാടി എന്താണ് ഈ പറയുന്ന രൂപമായിരിക്കുമോ അതോ പട്ടുകുടയായിരിക്കുമോ, ക്ലാസിക്കൽ ശൈലിയുടെ കുടയായിരിക്കുമോ, 2 തട്ടുള്ള കുടയായിരിക്കുമോ, LED കുടയായിരിക്കുമോ, എന്തായിരിക്കും തിരുവമ്പാടിയുടെ മറുപടി എന്നാണ് നമ്മൾ കാത്തിരുന്ന് കാണുന്നത്. ഗണപതിക്ക് മറുപടി ആര് നൽകുമെന്നാണ് അറിയേണ്ടത്. തീർച്ചയായും നേരത്തെ ഒരു ഗണപതിയെ കുടപിടിച്ച ഗണപതിയെ ആദ്യം തിരുവമ്പാടി വിഭാഗമാണ് ഇറക്കിയിരുന്നത്. പക്ഷേ ഇപ്പോൾ വീണ്ടും പട്ടുകുടകളിലേക്ക് തന്നെ തിരുവമ്പാടി പോവുകയാണ്. തിരുവമ്പാടി കോലത്തിന് മറുപടി കോലമല്ല, മറിച്ച് പട്ടുകുടകളാണ്. തിരുവമ്പാടി ഒരല്പം ഒന്ന് മാറി ചിന്തിക്കുകയാണ്, ഒന്ന് മാറി നടക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും പതുക്കെ ഇരുട്ട് പരക്കുകയാണ്. ഇനി പുതിയ പുതിയ കാഴ്ചകളിലേക്ക്, പുതിയ പുതിയ വിസ്മയങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതാണ്ട് ഈ ഗണപതി കഴിഞ്ഞാൽ ഇനി പാറമേക്കാവ് വീണ്ടും ഗണപതിയിലേക്കൊക്കെ തന്നെ ആയിരിക്കുമോ പോവുക, ഗണപതിയല്ല ഈ കോലങ്ങളിലേക്കായിരിക്കുമോ പോവുക. എനിക്ക് തോന്നുന്നു ഈ കുടമാറ്റം എന്ന് പറയുമ്പോൾ ആദ്യം കുറെ കുടകൾ മാറിക്കഴിഞ്ഞു, പിന്നീട് ഇതൊരു കോലങ്ങളാണ്. പലപ്പോഴും ഈ മുകളിലുള്ള കോലങ്ങൾ പോലെയാണ്. വീണ്ടും ഈ കുടമാറ്റം കഴിഞ്ഞ് ഈ ഗണപതിയുടെ കുട കഴിഞ്ഞ ശേഷം വീണ്ടും വർണ്ണക്കുട ഈ പട്ടുകുടകളിലേക്ക്, മുത്തുകുടകളിലേക്ക് വീണ്ടും എത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും പുതിയ പുതിയ ആവേശം ഇനിയുണ്ട്. സമയം 6:30 ആയതേ ഉള്ളൂ, സമയം ബാക്കിയാണ്. നേരത്തെ അനുഭവം ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ പോലീസുകാർ 7 മണിക്ക് എന്നുള്ള നിർബന്ധം പറയുന്നു. അങ്ങനെ പോലീസിന്റെ ഒന്നും നിർബന്ധത്തിനല്ല കാര്യങ്ങൾ മുന്നോട്ട് പോകുക, അതിനപ്പുറത്തേക്ക് ജനപ്രതിനിധികൾ ഇടപെടും എന്നാണ് ഇന്നലെ മന്ത്രി ആർ ബിന്ദു വ്യക്തമാക്കിയത്. അതായത് ജനങ്ങളും പോലീസും ഒക്കെയായി പല പ്രശ്നങ്ങളും ഇടയ്ക്കൊക്കെ ഉണ്ടാകും, അതൊക്കെ പരിഹരിക്കുന്നത് ഞങ്ങൾ ജനപ്രതിനിധികൾ നിന്നുകൊണ്ടാണ്. ഇത്തവണ അത് കാര്യമായി ഉണ്ടാകും. പരമശിവനാണ് വന്നിരിക്കുന്നത്, അത്തരത്തിൽ പരമശിവനാണ് വന്നിരിക്കുന്നത്, ചന്ദ്രചൂടനായിട്ടുള്ള പരമശിവൻ. നേരത്തെ ചന്ദ്രു എന്ന് വിളിച്ച ആനപ്പുറത്ത് വീണ്ടും ഉയരുന്നത് പുതിയ കുടകളാണ്. അർദ്ധനാരീശ്വരനാണ് ഉയരുന്നത്. അങ്ങനെ മറുപടി നൽകാൻ തിരുവമ്പാടി തയ്യാറായിരിക്കുന്നു. അർദ്ധനാരീശ്വരനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആവേശം എന്ന് പറഞ്ഞാൽ ഈ വരാനിരിക്കുന്നതാണ് അല്ലേ ശ്രീജിത്ത്? കോലമാണത് സജീവട്ട. ഇത് ശിവപാർവതി സങ്കല്പത്തിലുള്ള അല്ലേ, ഒരു ഭാഗത്ത് ശിവനും ഒരു ഭാഗത്ത് പാർവതിയും, നന്ദികേശ്വരനും സിംഹവും, ദുർഗയുടെ വാഹനമായ സിംഹവും. അതെ അതെ അതെ, നോക്കൂ എത്ര മനോഹരമായിട്ടുള്ള ഒരു മറുപടിയാണത്, ഗണപതിക്ക് മറുപടിയാണ്. അതായത് തിരുവമ്പാടിയും വീണ്ടും കോലങ്ങളിലേക്ക് മാറുകയാണ്. ഇടയ്ക്കൊരു മുത്തുക്കുട ഉയർത്തിയ ശേഷം വീണ്ടും കോലങ്ങളിലേക്ക് മാറുന്നു. ഇനി പിന്നാലെ വരുന്നത് എന്താണ്? ഇനിയുള്ളത് വിസ്മയങ്ങളുടെ സമയമാണോ? തിരുവമ്പാടിക്ക് പിന്നിലുള്ള കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത് ചില പട്ടുകുടകൾ വരുന്നതാണ്. ഒരുപക്ഷെ പട്ടുകുടകൾ തൊട്ടടുത്തതാണോ അതോ അതിൻ്റെ അടുത്തുള്ളതാണോ എന്നുള്ളത് മാത്രമേ ഇനി അറിയാനുള്ളൂ. സജീവേട്ട, ഈ മുത്തുക്കുടകളും പട്ടുകുടകൾക്കും ഒപ്പം കോലങ്ങൾ വരുമ്പോൾ ഒരു പക്ഷേ ഒരു വിഭവസമൃദ്ധമായ സദ്യ പോലെ ഇങ്ങനെ വിവിധ രുചികളിലാണ് നമ്മൾ ഈ കാഴ്ചകൾ വരുന്നത്. ഗണപതി വരുമ്പോൾ ഐശ്വര്യദായകനായ ഗണപതിയെ കാണിക്കുമ്പോൾ അവരുടെ അച്ഛനെയും അമ്മയുമാണ് ഉയർത്തിക്കാട്ടുന്നത്.
മറുപടി എന്ന് പറഞ്ഞാൽ അത് ചിട്ടയായ മറുപടിയാണ് കൊടുക്കുന്നത്. ആ മറുപടി ഉത്തരം ചോദ്യം എന്ന തരത്തിൽ കുടകൾ ഉയരുകയാണ് വീണ്ടും. മുത്തുകുടകളും വർണ്ണക്കുടകളും തന്നെ വീണ്ടും ഉയർത്തി ഒന്ന് പിന്നോക്കം പോയി വീണ്ടും തിരിച്ചു വരുന്നത്. ആ കുടയിൽ ഈ പറയുന്ന കോലങ്ങളും കുടകളും ഒന്നിക്കുന്ന ഒരു രീതി, ഒരുപക്ഷെ കുടകളിൽ ചിത്രങ്ങൾ ആലേഖനം ചെയ്ത രീതി, അതാണ് ഇപ്പോൾ പ്രയോഗിക്കുന്നത് അനുമോദം. തീർച്ചയായും നോക്കൂ, ആ കുടകളിലെ ചിത്രങ്ങൾ ഇതിന്റെ ഡിസൈൻ തന്നെ കണ്ടു കഴിഞ്ഞാൽ എത്ര മനോഹരമാണ്. നമ്മളൊക്കെ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. ഇതില് ഓരോ കുടയിലും ഓരോ മീനിങ്ങുകൾ, ഒരുപാട് കാര്യങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്ന തരത്തിലാണ് കുടകൾ ചിത്രീകരിച്ചിരിക്കുന്നത് അല്ലേ? തീർച്ചയായും. അതായത് ഇതിന്റെ ഡിസൈനുകൾ ഓരോ തവണ ഉള്ള ഇത് മയിലാണെന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും ഈ തെക്കിൻകാട് മൈതാനിയിൽ ഇതാ വെളിച്ചം തെളിഞ്ഞു കഴിഞ്ഞു. അതായത് സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി കുടകൾ ഇതാ മുത്തിങ്ങനെ തിളങ്ങി നിൽക്കുന്ന കാഴ്ച എന്തൊരു മനോഹരമായ കാഴ്ചയാണ്. അത് ഇവിടെ നിന്ന് നേരിട്ട് അനുഭവിക്കുക എന്നുള്ളതും വർണ്ണാഭമായൊരു ഒരു കാഴ്ചയാണ്, ഒരു അനുഭവമാണ്. എന്തായാലും ഇനി ഏത് നിമിഷവും പുതിയ പുതിയ കുടകളിലേക്ക് കടക്കുവാനും. അതെ, എനിക്ക് തോന്നുന്നു തിരുവമ്പാടിയത്തിന് മുമ്പിലാണെന്നാണ്. ആണോ? അങ്ങനെ പറയാൻ പറ്റുമോ അനുമോദേ? എങ്ങനെയാണ് അങ്ങനെ പറയാൻ കഴിയാത്തോ? പാറമേക്കാവ് കളിച്ച കളി കണ്ടില്ലേ? ഇടയ്ക്ക് തിരുവമ്പാടി പ്രതീക്ഷിക്കാതെ നിൽക്കുന്ന സമയത്ത് കോലങ്ങളേന്തി ഗണപതിയുമായി